എൻ്റെ പേര് വിദ്യ. പള്ളിപ്പുറം പഞ്ചായത്തിലെ 16-ാം വാർഡ് മെമ്പറാണ്. ഞാൻ തുടർന്ന് 5 വർഷമായിട്ട് ഈ വാർഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏകദേശം എന്നെക്കൊണ്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പല റോഡുകളും വളരെ ജീർണാവസ്ഥയിലായിരുന്നു. അതൊക്കെ ഏകദേശം എല്ലാവരും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയ ട്രാൻസ്ഫോമർ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഒരു 27 ലൈറ്റ് നമുക്ക് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. ആ ഫണ്ടിൽ ലൈറ്റുമായിട്ട് ഇവിടെ വാർഡുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം ഒരു 10-12ഓളം വീടുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ NRGSൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം റോഡുകൾ പണിയാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2-1.5 കോടിയോളം രൂപയുടെ വർക്കുകൾ നമുക്ക് ഈ വാർഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലൈറ്റുകൾ നിലാവ് പദ്ധതിയിൽ നമുക്ക് ബീച്ച് റോഡിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മുടെ റോഡുകൾ വെളിച്ചം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളനികളിലും നല്ല രീതിയിൽ അംഗനവാടി ഉള്ളത് കാരണം പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്ന് സമയം കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ റോഡ് തന്നെ കഴിഞ്ഞ മെമ്പർ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 8 ലക്ഷം രൂപയോളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. കോൺട്രാക്ടർ അത് ഇട്ടിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ റോഡ് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാമായിരുന്നു. ഇപ്പോൾ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ ചെറിയ ഭാഗം മാത്രമേ ടൈല് വരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് തോടിൻ്റെ സൈഡ് കെട്ടേണ്ടതായിട്ട് വന്നതുകൊണ്ട് ആ ഫണ്ട് ടൈൽ വർക്ക് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഈ റോഡിൻ്റെ കാര്യത്തിൽ. ബാക്കി ഏകദേശം നല്ല രീതിയിൽ നമുക്ക് വർക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ ഇപ്പോൾ ജലജീവൻ മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 65 കുടുംബങ്ങൾക്ക് നമുക്ക് ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ അത് നിലവിലില്ലാത്തത് കൊണ്ട് ഇനി വരുന്ന വീടുകൾക്ക് അത് കിട്ടാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ അത് പദ്ധതി കുറച്ച് നാളായിട്ട് നടപ്പാക്കുന്നില്ല. അതെന്തോന്ന് കണ്ടെന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് അതിന് ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ജലജീവൻ മിഷൻ പദ്ധതി ഇപ്പോൾ ഏകദേശം നിലച്ച മട്ടിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ നമ്മുടെ എടവനക്കാട് പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ ചെയ്തിട്ട് ഇപ്പം 3 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന റോഡ് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പരിസരത്ത് കംപ്ലീറ്റ് വെള്ളക്കെട്ടായിരുന്നു. ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ടിലാണ് ഈ കാണ പണിതത്. പക്ഷെ കാണ മുഴുവനായിട്ട് തന്നില്ല. 75 മീറ്റർ കാണേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ. ബാക്കി NGNRGS ഫണ്ട് വെച്ചിട്ടാണ്, അത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ റോഡും കാണയും കൂടി ചെയ്യാൻ സാധിച്ചത്. ഇവിടുത്തെ ഈ വീടുകളിലുള്ള വെള്ളക്കെട്ടുകൾ ഇപ്പം ഏകദേശം പരിപൂർണമായിട്ട് തന്നെ ഒഴിവായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വീടുകളും കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന്, അതേപോലെ തന്നെ ഈ കലങ്ക് ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഫണ്ടിൽ ചെയ്തതാണ്. ഇത് ചെറിയൊരു പാലമായിരുന്നു വർഷങ്ങളായിട്ട്. അതായത് ഇത് ഞാൻ ജനിക്കണേക്ക് മുമ്പുള്ള ഒരു വഴിയാണിത്. എൻ്റെ അച്ഛനെ അപ്പൂപ്പന്മാരായിട്ടുള്ള വഴിയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതിന് ജീവൻ വെച്ചത്. ഇതൊരു വഴിയായിട്ട് കണക്കിന് വന്നത് ഇപ്പോഴാണ്. അപ്പം അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത്രയും പഴക്കമുണ്ട് ഈ റോഡിന്. അധികം മത്സ്യത്തൊഴിലാളികൾ നമുക്കില്ല നമ്മുടെ വാർഡിൽ. അനുബന്ധ തൊഴിലാളികളുണ്ട്, പക്ഷെ മത്സ്യത്തൊഴിലാളികൾ വളരെ കുറവാണ്. പക്ഷെ അവർക്ക് തടിവെള്ളം മിക്കവർക്കും അപേക്ഷ വെച്ച എല്ലാവർക്കും നമുക്ക് തടിവെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കുട്ടികൾക്ക്, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് മേശകസേര, കട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ലാപ്ടോപ്പ് കാര്യങ്ങൾ, PG ചെയ്യുന്ന കുട്ടികൾക്ക്, ഡിഗ്രിയിലേക്ക് കടന്ന കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവർക്ക് മത്സ്യത്തൊഴിലാളി മക്കൾക്കുള്ള ഗ്രാൻറ്റുകളൊക്കെ മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. SC ST നമുക്ക് ഉണ്ട്. ST ഈ പഞ്ചായത്തിലാകെ 10 കുടുംബങ്ങളും ST ആണ്. ആ 10 കുടുംബങ്ങളിൽ 9 കുടുംബം എൻ്റെ വാർഡിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ വാർഡ് വിഭജിച്ചതിൻ്റെ പേരിൽ അവർ 16-ാം വാർഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പം അവർക്കും എല്ലാ ആനുകൂല്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് പോത്തുംകൂട്ടി, എല്ലാ വർഷവും പോത്തുംകൂട്ടി 2 പേർക്കുള്ളതാണ്. അത് ഫ്രീ ആണ്. അതൊക്കെ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ SC കാർക്കും ഇതേപോലെ തന്നെ SC വനിതാ വൃദ്ധന്മാർക്കുള്ള കട്ടിലുകൾ,
പിന്നെ അതേപോലെ തന്നെ അവരുടെ മക്കൾക്കുള്ള മേശകസേര, പഠനോപകരണങ്ങൾ, എസ്.ടിക്കാർക്കും പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പഠനോപകരണങ്ങളും അവർക്ക് സ്കൂളിലേക്ക് വേണ്ട യൂണിഫോം ഉൾപ്പെടെ നമ്മൾ പഞ്ചായത്ത് നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനം ഇപ്പോൾ ഒരു മിക്കവർക്കും അറിയില്ല. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആ മാസം തുടങ്ങി അവർ ഡെലിവറി ആകുന്നത് വരെ അവർക്കുള്ള ഫുഡ്, വെയിറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കുട്ടി ഡെലിവറി ആയി ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ അടുത്ത മാസം തുടങ്ങി 3 മാസം തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അമൃതം ഫുഡ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആശാവർക്കർമാരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ആൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ, ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സർവീസും അവർ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ വാർഡിൽ 2 ആശാവർക്കർമാരുണ്ട്. ഒന്ന് ശ്രീജ ഒന്ന് സുമിത. രണ്ടുപേരും അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ വാർഡിൽ 3 വയോജന കൂട്ടായ്മയുണ്ട്. ഇപ്പം നിലവിൽ വരുമ്പോൾ 2 വയോജന കൂട്ടായ്മയായിട്ട് മാറും വാർഡ് വിഭജിച്ചതിൻ്റെ. ഈ 3 വയോജന കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അതിനകത്ത് നല്ല അത്യാവശ്യം ആക്റ്റീവാണ് എല്ലാ അമ്മമാരും, അച്ഛന്മാരൊക്കെ നല്ല ആക്റ്റീവാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവരോട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട്. അതിദരിദ്രരെ ഉണ്ടായിരുന്ന ഒരു വല്യമ്മ ഇത്തിരി സങ്കടമുള്ള വിഷയമാണ്. വല്യമ്മ കഴിഞ്ഞ കർക്കിടകവാവിൻ്റെ അന്ന് മരിച്ചുപോയി. ഒരു വല്യമ്മ ഉണ്ടായിരുന്നുള്ളൂ, അല്ലി പുതുവേലിയിൽ. ഞാൻ വല്യമ്മയുടെ ഒരു മിക്ക കാര്യങ്ങളും ഞാനാണ് നോക്കിയിരുന്നത്. പഞ്ചായത്തിൻ്റെ ഫണ്ടിലല്ല, അല്ലാണ്ട് തന്നെ ഞാനാണ് ചെയ്തിരുന്നത്. വല്യമ്മ മരിച്ചു പോയാലും എനിക്ക് സങ്കടമുണ്ട്. അപ്പം വല്യമ്മ ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 23-ാം തീയതി മരിച്ചു. കുടുംബശ്രീ വഴി സ്വയം തൊഴിൽ ചേരുന്നവരുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു അരിമില്ല്, പൊടിമില്ലുണ്ട്, ഫ്ലവർ മില്ലുണ്ട്. അത് കുടുംബശ്രീയുടെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മറ്റേ കൃഷി നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡിലും എല്ലാ വർഷവും നമ്മൾ ഗ്രാമസഭ കൂടുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാമസഭയിൽ ഉൾപ്പെടുന്നവർക്ക് ചായയും കടിയൊന്നുമല്ല കൊടുക്കാൻ ശ്രമിക്കാറ്. പച്ചക്കറി തൈകളാണ്. 1000-1500 പച്ചക്കറി തൈകൾ ഞാൻ എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്യാറുണ്ട്. അതിൻ്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്നാണ്. ഒരാളുടെ ഞാൻ ചോദിക്കാറില്ല. അത് വേറെ ഒന്നുമല്ല, ചായയും കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് അവർ മറന്നു. പക്ഷെ അതും ഒരു വെണ്ടയാണെങ്കിൽ ഒരു പാവലാണെങ്കിൽ അതും ഒരു പാവൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെ ഓർക്കും അവർ. ആ ഒരു ഇതിൽ അത് ഓർക്കാൻ വേണ്ടിയല്ല, അവരുടെ വീട്ടിലും ഒരു ഇത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. കൃഷിക്ക് ഇപ്പം നമുക്ക് ചട്ടിയിൽ പച്ചക്കറി കൃഷി കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഏകദേശം 20 ചട്ടിയോളം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു വാർഡിലേക്ക് 10, 15, 20 വരെ നമ്മൾ ചട്ടികൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് 20 ചട്ടി വീതം 20 ഗുണഭോക്താവ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം 10, 11 ഗുണഭോക്താവുള്ളൂ. അതായത് ഫണ്ട് അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. അപ്പം ഏകദേശം നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, വെച്ചവർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കോഴി, താറാവ് എന്ന് വെച്ചാൽ എല്ലാ വ്യക്തികൾക്കും വളർത്താൻ പറ്റൂല. കാരണം വെള്ളത്തിൻ്റെ പ്രശ്നം, പിന്നെ സ്മെല്ലിൻ്റെ വിഷയമൊക്കെ കാരണം. അപ്പം അത് അനുയോജ്യമായിട്ട് എവിടെയാണ് വളർത്താൻ പറ്റണമെന്ന് വെച്ചാൽ അത് നമ്മൾ അങ്ങനത്തെ ഇതിൽ കൊടുക്കാറുണ്ട്. പിന്നെ പോത്തിന എസ്.സിക്കാർക്ക് 3000 രൂപയാണ് ഒരു പോത്തിൻ്റെ ചാർജുണ്ട്. ഒരു വാർഡിലേക്ക് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പം ചിലപ്പോൾ അത് പഞ്ചായത്തിലേക്ക് തന്നെ ചിലപ്പോൾ 23 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 23 വാർഡാണ്. അപ്പോൾ ആ 23 വാർഡിൽ ചിലപ്പോൾ ഒരു പോത്തും കുട്ടിയൊക്കെ വെച്ചുണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് 10 ആവാം. അപ്പോൾ ഏതെങ്കിലും നറുക്കിട്ടാണ് നമ്മൾ 10 പോത്തും കുട്ടീനെ എടുക്കണത്. അപ്പം അതിനകത്ത് കിട്ടിയാൽ നമുക്ക് ആ വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എസ്.ടിക്കാർക്ക് ഫ്രീ ആണ് പോത്തും കുട്ടി. ജനറലിന് 6000 രൂപയാണ് നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് വെച്ച്. പിന്നെ കോഴി, താറാവൊക്കെ അവർക്കും ചിലപ്പോഴൊക്കെ ഫ്രീ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഗുണഭോക്തൃ വിഹിതം അടയ്ക്കേണ്ടി വരും. ലൈഫിൻ്റെ വീട് കിട്ടിയത് മെമ്പറിൻ്റെ സഹായം കൊണ്ടാണ്. മെമ്പർ വിചാരിച്ചു രോഗിയാണ്, ക്യാൻസർ അസുഖമാണ്, ഭർത്താവ് മരിച്ചുപോയി, പിന്നെ മോനുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം നമുക്ക് 10ഓളം വീടുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എഗ്രിമെൻ്റ് ആയ കുറച്ച് വീടുകളുണ്ട്. ഇപ്പോൾ ഇത് ലൈഫ് ഭവന പദ്ധതി കിട്ടിയ ഒരു വീടാണ്. സിനു, പുള്ളി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്.
വീട് ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു. ഈ വർഷം നമുക്കത് കഴിഞ്ഞ വർഷം നമുക്കത് കൊടുക്കാൻ സാധിച്ചു. ഇപ്പം വീട് താമസം തുടങ്ങിയിട്ട് 1 വർഷത്തിൽ കൂടുതലായി. ഈ ഫണ്ടുകളൊക്കെ റിലീസ് ആവാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ. കാരണം കുറേ വർഷങ്ങളായിട്ട് 3 വർഷം ആയ വീടുകൾക്കൊരു പൂർണ്ണമായിട്ട് ഫണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് വീടുകൾ ലഭിച്ച ഒരു ഇതിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫണ്ടുകൾക്ക് ഉള്ള താമസം ഒരു ശോചനീയാവസ്ഥയാണ്. എന്നാലും പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ സാധിക്കുന്നുണ്ട്. ഫണ്ട് കിട്ടാൻ താമസിക്കുമെന്ന് പറഞ്ഞാൽ ഇവരുള്ള ചിലപ്പോൾ ഒരു ഓല ഷെഡാണെങ്കിൽ അത് പൊളിച്ചിട്ട് വേറൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് പോകും. വാടകയ്ക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒന്ന് കറണ്ട് കാശ് അടക്കണം, വെള്ളം കാശ് അടക്കണം, വാടക കൊടുക്കണം, പിന്നെ അവരുടെ നിത്യ ചെലവ് കഴിഞ്ഞോണം. അപ്പോൾ ഒരു മാസം അവർക്കൊരു 10,000 രൂപയെങ്കിലും അവർക്ക് ചുരുങ്ങിയത് അവർക്കും ചെലവഴിക്കേണ്ടി വരും. ഇപ്പോഴത്തെ നമ്മുടെ വില വിവരങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം 1 വർഷത്തോളം നീണ്ടു പോവുകയാണെങ്കിൽ ഏകദേശം 1,20,000 രൂപ ഇതിന് വേണ്ടി മാത്രം വാടക ഇനത്തിലും അവരുടെ ചെലവിന് മാത്രം അവർക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതൊരു ചുരുങ്ങിയ ഒരു 6 മാസം കൊണ്ടാണ് ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ വരെ മിച്ചം പിടിച്ച് അവരുടെ വീടിന് വേണ്ടി അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നീണ്ടു പോകും തോറും അവരുടെ സാമ്പത്തികമായിട്ട് അവർ വളരെ പിന്നോക്കം പോവുകയും അവർക്ക് വീട് പൂർത്തീകരിക്കാൻ പറ്റാതെ ഇതേപോലെ വാടക വീട്ടിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുമാണ് വരുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഫണ്ടൊക്കെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് വീട് പണിയുന്നതനുസരിച്ച് തന്നെ വേഗം റിലീസ് ചെയ്യുന്നെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കുറേ പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പദ്ധതികളാണ് ലൈഫ് ഭവന പദ്ധതിയും PMAY ഒക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ എല്ലാവരും സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ അംഗൻവാടിയാണ്. നമ്മുടെ അംഗൻവാടി ഇപ്പം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് നമുക്ക് പുതുക്കി പണിയാൻ സാധിച്ച്. മെയിൻ്റനൻസ് വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. ഇപ്പം കുട്ടികൾക്കുള്ള ബാത്റൂമൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. അതൊക്കെ പൊളിച്ച് പണിത്. പിന്നെ അതിൻ്റെ അകത്ത് ജനൽപ്പാളികളും മറ്റുള്ളതൊക്കെ കംപ്ലൈൻറ്റുകളായിരുന്നു. അതൊക്കെ നമുക്ക് തൃപ്തികരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. വയറിങ് എല്ലാനും റീപ്ലേസ് ചെയ്ത് ചെയ്യേണ്ടി വന്ന്. പിന്നെ പുറകുവശം നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഷീറ്റ് വർക്ക് ചെയ്യാൻ പറ്റി. ഈ ഫ്രണ്ടിലും ഇപ്പോൾ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ അംഗൻവാടി ഇരിക്കുന്നത് CR-സെറ്റ് ഭൂമിയുമാണ്. ഇത് ഉപ്പു പ്രദേശമായതുകൊണ്ട് ഉപ്പ് തള്ളേണ്ട ഒരു വിഷയമുണ്ട്. അപ്പം എല്ലാ വർഷവും ഈ അംഗൻവാടി മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു ആവശ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് അംഗൻവാടി മാറ്റി സ്ഥാപിക്കണമെന്നുള്ളത് വലിയൊരാഗ്രഹമുണ്ട് എനിക്ക്. അതേപോലെ തന്നെ നമ്മുടെ ഈ നിൽക്കുന്ന സ്പേസ് അംഗൻവാടിയുടെ ഫണ്ട് കുറച്ച് ബാലൻസ് വരും എന്ന് കണ്ടപ്പോൾ നേരത്ത് ഞങ്ങൾ ആയിട്ട് സംസാരിച്ച് ആ ഫണ്ട് വെറുതെ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല, അപ്പം ഇങ്ങനെ നമുക്കിത് ചെയ്യാമെന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അതിന് അനുവാദം തന്ന് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് ഇത് ഒരു വിധത്തിൽ ഇത് ആ ഫണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു വയോജനങ്ങൾക്ക് ഇരിക്കാൻ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയർ ഭൂവസ്ത്രം പല ജലസംരക്ഷണ സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നീർത്തടം നിർഗമന ചാലുകൾ നമുക്ക് നല്ല രീതിയിൽ പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഭൂവസ്ത്രം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ തൊഴിലുറപ്പ് പോകുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളും നമ്മളോട് നല്ല സഹകരണമാണ്. അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് മറ്റേ നിർജ്ജീവമായി കിടന്ന കുറേ പറമ്പുകൾ നമുക്ക് നല്ല പച്ചക്കറി സ്ഥലങ്ങളാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുളങ്ങൾ വെട്ടി ശുദ്ധീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല അവരും നന്നായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് വിളവെടുത്ത് വിൽക്കുന്ന തരത്തിലൊക്കെ അവർ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കൃഷിയും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് ലൈബിലിറ്റീസ് ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ വാർഡിൽ ഇപ്പം എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഹരിതകർമ്മസേന അതിനകത്ത് അംഗങ്ങളാണ് രാധയും ശാന്തിയും. അവരും അതേപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സുനിത മേറ്റി, അതേപോലെ തന്നെ അവരുടെ തൊഴിലാളികൾ നമ്മുടെ ആശാവർക്കർമാർ ശ്രീജ, സുമിത, അങ്ങനെ എല്ലാവരും
പാലിയേറ്റീവിൽ തന്നെ സിന്ധു സിസ്റ്റർ, പിന്നെ നമ്മുടെ അത്യാവശ്യം ഒരു വർക്ക് നടക്കുന്ന സേവാഭാരതിയുടെ ഒരു വർക്ക് വാർഡിൽ നടക്കുന്നുണ്ട് അവരും. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിസരത്ത് നമ്മൾ അതായത് എൻ്റെ വാർഡിൽ എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ഈ വാർഡിൽ ഇപ്പോൾ റീസെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി നടക്കുന്ന ഒരു പ്രശ്നമാണ് പട്ടയത്തിൻ്റെ ഒരു വിഷയം. അത് ഞാൻ പല രീതിയിലും ഇടപെട്ട് ഇരുന്നതാണ്. പക്ഷെ അതിൻ്റെ ഓരോ വർക്കുകളും വരുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ 13 കുടുംബങ്ങൾക്ക് ഇവിടെ പട്ടയം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ളൊരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന. പിന്നെ ഇത്രയും നാളും എന്നോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും എൻ്റെ നന്ദി.